ഹായ് ഗൈസ്. അപ്പോൾ ഞാൻ ഇങ്ങനെ ഒരു വീഡിയോ ആയിട്ട് ഇതിനു മുന്നേ വന്നിട്ടൊന്നുമില്ല. അപ്പോൾ നമുക്കിങ്ങനെ ഒരു ചാനലുണ്ട്. അപ്പോൾ ഓൾമോസ്റ്റ് എല്ലാ വീഡിയോസും വൈഫ് തന്നെയാണ് ചെയ്യാറും. അതേപോലെ തന്നെ എഡിറ്റിംഗ് ആയിക്കോട്ടെ, അതേപോലെ തന്നെ വീഡിയോ എടുക്കലോ എല്ലാ കാര്യങ്ങളും വൈഫ് തന്നെ ചെയ്യല്. ഞാൻ സംഭവം എന്താ വെച്ചാൽ നമ്മളൊരു കുഞ്ഞ് ഫാമിലി വ്ളോഗായിട്ടാണ് ചെയ്യൽ. അതായത് അവൾക്ക് ഇഷ്ടപ്പെട്ട കാര്യങ്ങൾ ചെയ്ത് ഞാൻ മാക്സിമം എന്നെ കൊണ്ട് പറ്റുന്ന രീതിക്ക് ഞാൻ സപ്പോർട്ട് ചെയ്യും. നമ്മൾ സിമ്പിളായിട്ട് എല്ലാം സിമ്പിളാണ്, അല്ലാണ്ട് ഇപ്പം നമുക്ക് ഓവറായിട്ട് അങ്ങനെയല്ല, കണ്ടൻറ്റും കാര്യങ്ങളൊക്കെ വേണം. പക്ഷേ എങ്കിലും എല്ലാം അങ്ങനെ ഇതാക്കിയല്ലോ. പക്ഷെ ഇന്ന് ഞാൻ ഈ ഒരു വീഡിയോ സെൽഫായിട്ട് എൻ്റെ ഫസ്റ്റ് വീഡിയോ. പക്ഷേ ഞാൻ എന്താ പറയുക, വീഡിയോ ചെയ്യാൻ ആഗ്രഹിക്കുന്ന ഒരാളോ അല്ലെങ്കിൽ അങ്ങനെ ഇങ്ങനെ ഒരു പിക്ചറിലും അധികം ഫേസ് കൊടുക്കാൻ ഇഷ്ടമല്ല അധികം ഒരു ഇതിപ്പോൾ നിങ്ങളോട് സംസാരിക്കുമ്പോൾ വേർക്കുന്നുണ്ട്. കാരണം ഇങ്ങനെ ഒരു മെൻറ്റാലിറ്റി ഒരു ടൈപ്പാണ്. പക്ഷെ ഇന്ന് ഞാനൊരു ഈ സെൽഫായിട്ടൊരു വീഡിയോ ചെയ്യാനുള്ള ഒരു ഏക റീസൺ എന്ന് പറയുന്നത്, എന്നെ സംബന്ധിച്ചിടത്തോളം അത്രയ്ക്കും നല്ല രീതിക്കൊരു മെൻ്റൽ ഡിപ്രഷൻ അല്ല, ടോട്ടൽ ഷോക്ക് അടിച്ചിട്ട് അങ്ങനെ ഒരു ഫസ്റ്റ് വീഡിയോ ഞാൻ ആര്യനോ പറഞ്ഞ ഇതിപ്പോൾ ആരെങ്കിലും ഒരു ചാനൽ തുടങ്ങിയ സമയത്ത് ആര്യനോ പറഞ്ഞിട്ട് ഞാൻ സംസാരിക്കാനൊന്നുമില്ല, എനിക്ക് ഇഷ്ടപ്പെട്ട കാര്യങ്ങളൊക്കെ ചെയ്യും, നമുക്ക് പറ്റുന്ന രീതിക്ക് ഞാൻ സപ്പോർട്ട് ചെയ്യാനൊക്കെ പറഞ്ഞിട്ടൊരാളാണ്. പക്ഷേ ഇന്ന് ഞാനിപ്പോൾ ഈ ഒരു സെൽഫായിട്ട് വീഡിയോ ചെയ്യാൻ കാരണം എന്താ പറയുക, അപ്പോൾ റീസെൻ്റ്ലി ഇപ്പം ഇന്ന് ചേച്ചി ഒരു വീഡിയോ ഇട്ട്, എൻ്റെ ചേച്ചി എന്താ വെച്ചാൽ ഇപ്പം ഓപ്പണായിട്ട് തന്നെ കാര്യം പറയാം, അമ്മയ്ക്ക് സെക്കൻഡ് മാരേജ് ഉണ്ട്. അപ്പോൾ അത് മാരേജ് മീൻസ് എന്താ പറയുക, അപ്പോൾ ഒരു പ്രപ്പോസൽ വന്ന് അപ്പം ഓൾമോസ്റ്റ് ഇപ്പം അമ്മേൻ്റെ ഫാമിലിയിലുള്ളവർക്കും അമ്മയ്ക്കും ഒന്നും എതിർപ്പില്ല. ഇപ്പം സത്യം പറയാൻ എനിക്ക് സ്റ്റാർട്ടിങ്ങിൽ എതിർപ്പ് എന്നല്ല, ഭയങ്കര ഫീൽ ചെയ്യുന്നു. കാരണം ഈ വീട്ടിൽ ഞാൻ, അമ്മ, ആര്യ, ഞങ്ങൾ 3 പേരാണുള്ളത്. ചേച്ചീനെയൊക്കെ കെട്ടിച്ച് വിട്ടാണ്. അപ്പോൾ അച്ഛൻ മരിച്ചു പോയിട്ട് ഇപ്പോൾ ഒരു 3 വർഷമായി. അപ്പോൾ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇപ്പം ഞാനും അമ്മയും ആര്യ, ഞങ്ങൾ 3 പേരുള്ളൊരു കുഞ്ഞു ഫാമിലി. ഞാൻ ഇതിൽ ഓക്കെയാണ്, ആക്സെപ്റ്റബിൾ ആയിട്ട്. അച്ഛല്ലാത്തതിൻ്റെ വിഷമം ഒരുപാട് ഡിപ്രഷനിലൂടെ കടന്നു പോയിട്ട് കുറേ ഷോക്ക് അടിച്ച് നടന്നൊരു സമയമുണ്ട്. അപ്പോൾ അതൊക്കെ കഴിഞ്ഞിട്ട് ഇപ്പം ഞാനും അമ്മയും വൈഫും ഞങ്ങൾ 3 പേരുള്ളൊരു ഫാമിലി ഇവിടെ എന്താ പറയുക, ഒരു ആക്സെപ്റ്റബിൾ ആയി, ഇപ്പോൾ സെറ്റായി. ആ ഒരു വൈബിൽ ഇങ്ങനെ പോയിക്കൊണ്ട് പോകും. പെട്ടെന്ന് ഇങ്ങനെ ഒരു സംഭവം വരുമ്പം ഉണ്ടാകുന്ന എനിക്കൊരു ശോകം, അത് ഇപ്പം എന്താ പറയുക, മനസ്സിലാവും. ഞാനപ്പോൾ ആ ഒരു സംഭവം കേട്ടപ്പോൾ എനിക്ക് ഫസ്റ്റ് ഒന്നും ഓക്കെ അല്ലേലും പിന്നെ ഞാൻ ചിന്തിച്ചത് എന്താ വെച്ചാൽ, നമ്മൾ അത്രയ്ക്കും ഇപ്പം ഞാൻ എൻ്റെ ഒരു ഇഷ്ടത്തിനോ അല്ലെങ്കിൽ ഇപ്പം ആര്യൻ്റെ ഒരു ഇഷ്ടത്തിനോ ഞങ്ങളെ ഒരു ഇതിന് വേണ്ടിയിട്ട് അമ്മേൻ്റെ ഒരു ലൈഫ് ഇല്ലാണ്ടാക്കരുത് എന്നുള്ളൊരു ചിന്ത. അപ്പം സീരിയസ്ലി ഇപ്പം എന്താ പറയുക, അമ്മയ്ക്ക് നല്ലൊരു ജീവിതം കിട്ടുകയാണെങ്കിൽ ഞാനും ഹാപ്പിയാണ്, ആര്യയൊക്കെ ഹാപ്പിയാണ്. അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾ അങ്ങനെ ഒരു തീരുമാനം എടുത്തു. അപ്പം ആ ഒരു തീരുമാനത്തിൻ്റെ പുറത്ത് ഇപ്പോൾ ഇന്നിപ്പം എന്താ വെച്ചാൽ ആ ഒരു ഇതിപ്പോൾ ഞങ്ങൾക്ക് സത്യം പറഞ്ഞാൽ ഞാൻ ആര്യനോട് ഫസ്റ്റിലേ പറഞ്ഞൊരു കേസുണ്ട്. അപ്പോൾ നമുക്ക് നമ്മളെ ലൈഫ് ഹാപ്പി, പിന്നെ ചെറിയ ചെറിയ സാഡ്, ഇതൊക്കെ കുഞ്ഞൊരു വ്ളോഗ്. പക്ഷെ ഇങ്ങനത്തെ ഇതൊക്കെ വലിയൊരു നമ്മളെ ജീവിതം പച്ചയായിട്ട് നമ്മൾ കണ്ടന്റ് ആക്കിയിട്ട് ക്രിയേറ്റ് ചെയ്യരുത്, അങ്ങനത്തെ ഒരു മെൻറ്റാലിറ്റി ഉള്ള ഒരാളാണ് ഞാൻ. ഞാൻ ആര്യനോട് ആദ്യം പറഞ്ഞത് അങ്ങനത്തെ ഒരു സംഭവം നമുക്ക് സിമ്പിളായിട്ടുള്ള വ്ളോഗോ കാര്യങ്ങളൊക്കെ. പക്ഷേ എന്താ പറയുക, ഇന്നൊരു ദിവസം അപ്പോൾ ഈ ഒരു മാരേജിൻ്റെ കാര്യം ചേച്ചി ഒരു വ്ളോഗായിട്ട് ഇട്ട്. അപ്പോൾ അതിൽ കമൻറ്റിലൊക്കെ ഒരുപാട് ശോകം, അതായത് ആ ഒരു ശോകം എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് അത്ര അങ്ങോട്ട് അക്സെപ്റ്റ് ആയില്ല. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഈ ഒരു വീഡിയോ ചെയ്യുന്നത്. ഞാൻ ഇനി ഈ ഇങ്ങനത്തെ വീഡിയോസ് ഒന്നും ചെയ്യുന്നില്ല സീരിയസ്ലി. ഇപ്പം എന്താ പറയുക, എന്നെ സംബന്ധിച്ചിടത്തോളം നമ്മളെ ഫാമിലി പച്ചയായിട്ട് മുറിച്ചൊരു സോഷ്യൽ മീഡിയയ്ക്ക് മുന്നേ കൊണ്ടുപോയി വെച്ചിട്ട് ഇതാക്കിയിടാനുള്ളൊരു മെൻറ്റാലിറ്റി ഒന്നും എനിക്കില്ല. പിന്നെ അറിയാതെ നമുക്ക് യൂട്യൂബ് കാര്യങ്ങളൊക്കെ നമ്മളൊരു ഹാപ്പിക്ക് വേണ്ടി ചെയ്യുന്നത്. അപ്പോൾ ഈ ഒരു ദിവസത്തിൽ എനിക്ക് ഫീലായിട്ടുള്ളൊരു കാര്യം എന്ന് പറഞ്ഞാൽ, ഇപ്പം ഈ ഒരു ചേച്ചീൻ്റെ വീഡിയോൻ്റെ അവിടെ കുറേ ആൾക്കാർ കമൻറ്റ് ഇട്ടല്ലേ ഞാൻ കണ്ട്. ഇപ്പം എന്താ പറയുക, ഫസ്റ്റ് ഷോക്കായി അങ്ങനെ ഇങ്ങനെ. ഇപ്പം സീരിയസ്ലി എനിക്ക് നല്ല ഷോക്കിംഗ് ആയിട്ടുണ്ട് എന്നെ സംബന്ധിച്ചിടത്തോളം. എന്താ പറയുക, ഈ വീട്ടിൽ ഇപ്പം ഞാനൊരു സിമ്പിളായിട്ടൊരു കാര്യം പറഞ്ഞില്ല. ഈ വീട്ടിൽ എൻ്റെയും ചേച്ചീൻ്റെ ഒക്കെ കല്യാണത്തിന് മുന്നേ തന്നെ നോക്കുകയാണെങ്കിലും ഞാനും അമ്മ, അച്ഛൻ, ചേച്ചി, ഞങ്ങൾ 5 ആൾക്കാരാണ്. അതിൽ ചേച്ചി +2 കഴിഞ്ഞിട്ട് കോച്ചിങ്ങിന് ഹോസ്റ്റൽ, അത് കഴിഞ്ഞിട്ട് പിന്നെ കോളേജിൽ കിട്ടിയപ്പോഴും കണ്ണൂർ ഹോസ്റ്റൽ, അങ്ങനെ ഹോസ്റ്റൽ കാര്യങ്ങളായിട്ട് പോകുന്ന. അപ്പോൾ ഈ വീട്ടിൽ കൂടുതലായിട്ട് ഞാനും അമ്മയും അച്ഛനും. ഞാൻ പിന്നെ പഠിച്ചതൊക്കെ നാട്ടിൽ തന്നെയുള്ള കോളേജിലൊക്കെ തന്നെ ആയതുകൊണ്ട് ഒരു ദിവസം വീട്ടിൽ വന്ന് വീട്ടിൽ തന്നെ ഉള്ള ഒരു ലൈഫ് സ്റ്റൈൽ ജീവിച്ചു പോയി. ഈ വീട്ടിൽ വരിക എന്ന് പറയുമ്പോൾ ദിവസവും ഞാൻ അച്ഛനെയും അമ്മേനെയും അച്ഛനെയും ഒക്കെ കണ്ടിട്ടാണ് ജീവിച്ച് വളർന്നത്. പിന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് എൻ്റെ അച്ഛൻ എന്താണെന്നും അമ്മ എന്താണെന്നും അച്ഛൻ എന്താണെന്നും എല്ലാവരും എനിക്ക് നല്ലോണം പിക്ചർ അറിയാം. അതേപോലെ തന്നെ അച്ഛൻ മരിച്ചിട്ട് 3 വർഷമായി. ഇപ്പം എന്നെ സംബന്ധിച്ചിടത്തോളം എന്താ പറയുക, അച്ഛൻ എന്നുള്ളതിൻ്റെ ജീവിതത്തിൽ വലിയൊരു പാർട്ടായിരുന്നു. അതായത് തെറ്റ് കണ്ടാൽ അതേപടി എന്നോട് പറയും. അതേപോലെ തന്നെ എനിക്ക് നല്ലതിന് വേണ്ടിയിട്ട് ഒരുപാട് കാര്യങ്ങൾ അച്ഛൻ ചെയ്തിട്ടുണ്ട്. ആ സമയത്ത് എനിക്ക് മനസ്സിലായില്ല. അച്ഛൻ മരിച്ചു പോയതിന് ശേഷമാണ് ഞാൻ സത്യം പറഞ്ഞാൽ എല്ലാം റിയലൈസ് ചെയ്തിട്ട് മുന്നോട്ട് പോകുന്നത്. അപ്പം ഈ ഒരു ചേച്ചീൻ്റെ വീഡിയോയുടെ താഴെ
എന്താ പറയുക ഒരുപാട് കമൻറ്റ് വന്നതിൽ അച്ഛനെ എന്താ പറയുക അച്ഛനെ എന്താ പറയുക പോസിറ്റീവായിട്ടൊരു കമൻറ്റാണ്. പക്ഷെ ഞാൻ എൻ്റെ ഒരു കാഴ്ചയോട് പറയട്ടെ, എനിക്ക് എൻ്റെ അച്ഛൻ എന്ന് പറഞ്ഞാൽ ഇപ്പം സത്യം പറഞ്ഞാൽ ഇപ്പം എല്ലാവർക്കും എനിക്ക് എൻ്റെ അച്ഛനെ ഇഷ്ടം. എന്താ പറയുക അത് എങ്ങനെ പറഞ്ഞിരുന്ന എനിക്കറിയില്ല. എന്താ പറയുക അച്ഛനും ഞാനും ആവശ്യത്തിനൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഒരു എന്ത് കണ്ടാലും അങ്ങോട്ടും ഇങ്ങോട്ടും പറയും. പക്ഷെ അങ്ങനെ പറയുന്ന ടൈപ്പാണെങ്കിൽ പോലും എന്താ പറയുക ഞങ്ങൾ തമ്മിൽ അത്രയ്ക്കും ഒരു ഇഷ്ടം ഉണ്ടായിരുന്നു. അതിപ്പോൾ അച്ഛൻ ഹോസ്പിറ്റലിൽ ആക്സിഡൻ്റ് ആയിട്ട് ഹോസ്പിറ്റലിൽ ഒരു 1 വീക്ക് ഹോസ്പിറ്റലിൽ കിടന്നിട്ടുണ്ടായിരുന്നു. ആ സമയത്ത് ചേച്ചി ഡെലിവറിക്ക് വേണ്ടിയിട്ട് വേറൊരു ഹോസ്പിറ്റലിലായിരുന്നു. അപ്പം അമ്മ ചേച്ചീൻ്റെ കൂടെയായിരുന്നു, ഞാൻ അച്ഛൻ്റെ കൂടെ ഞാൻ മാത്രമല്ല കേട്ടോ, അച്ഛൻ്റെ അനിയന്മാരും ഏട്ടന്മാരും അതായത് പാപ്പനും വലിയച്ഛന്മാരും എല്ലാവരും ഉണ്ടായിരുന്നു. അപ്പം എന്നെ സംബന്ധിച്ചിടത്തോളം ആ ഒരാഴ്ച ഞാൻ അച്ഛൻ്റെ അങ്ങനെ പറയല്ല ഇപ്പം എന്താ പറയുക എല്ലാ കാര്യങ്ങളും അച്ഛൻ്റെ എല്ലാ കാര്യങ്ങളും ഇപ്പം ടോയ്ലറ്റ് അത് അങ്ങനെ എല്ലാ കാര്യങ്ങളും നോക്കാനും എല്ലാത്തിനും ഞാൻ സത്യം പറഞ്ഞാൽ ആ ഒരു ആഴ്ച എൻ്റെ ജീവിതത്തിൽ അത്രയ്ക്കും ഞാൻ അച്ഛനുമായിട്ട് ഉള്ളൊരു അത് പാപ്പന്മാർക്കും അറിയാം. പാപ്പന്മാർ എല്ലാവരും ഭയങ്കര കൂടെ തന്നെ ഉണ്ടായിരുന്നു. അപ്പോൾ ആ ഒരു സമയം ഒക്കെ ആലോചിക്കുമ്പോൾ ഇപ്പോഴും എനിക്ക് സത്യം പറഞ്ഞാൽ ലൈഫിലൊന്നും എനിക്ക് ആക്സെപ്റ്റ് ചെയ്യാനുള്ള ഒരു ലെവലിലല്ല. പക്ഷേ അങ്ങനെ ഒരു ലൈഫ് സ്റ്റൈലിൽ ഇപ്പോൾ അച്ഛനെ സംബന്ധിച്ചിടത്തോളം അച്ഛൻ നമ്മളെല്ലാ കാര്യങ്ങളും എന്താ പറയുക വേണ്ടതോ അതായത് എനിക്കൊക്കെ എന്താ പറയുക ഞാനിപ്പോൾ ഇന്ന് നിങ്ങളോട് സംസാരിക്കുന്നുണ്ടെങ്കിൽ ഈ ഒരു സമയത്ത് എത്തുന്നതിന് മുന്നേ ഞാനൊരു ഒരുപാട് എന്താ പറയുക ജോലി ചെയ്തിട്ടുണ്ട്. ഒരുപാട് കാര്യങ്ങൾ ഇതിലേക്കെല്ലാം എത്തിക്കാൻ വേണ്ടിയിട്ട് ഇപ്പോൾ സത്യം പറഞ്ഞാൽ ചെറുപ്പം തൊട്ടിട്ട് അതിനനുസരിച്ചിട്ട് അച്ഛൻ കുറച്ച് ഹാർഡായിട്ടൊക്കെ നിൽക്കേണ്ട സമയത്ത് ഹാർഡായിട്ട് തന്നെ നിന്നിട്ടുണ്ട്. അത് നല്ലതിനാന്ന് എനിക്ക് സത്യം പറഞ്ഞാൽ എനിക്ക് ഇപ്പം മനസ്സിലായിട്ടുണ്ട്. അന്ന് എനിക്ക് അത്ര മനസ്സിലായില്ല. അന്ന് ഞാൻ അച്ഛനോട് അതിനൊക്കെ മനസ്സിലിങ്ങനെ ദേഷ്യം വിചാരിച്ചൊരു സിറ്റുവേഷനിൽ ഇന്നിപ്പോൾ ഞാൻ സത്യം പറഞ്ഞാൽ എല്ലാം ഞാൻ ആക്സെപ്റ്റ് ചെയ്യാനോ അത് അച്ഛൻ്റെ ആ ഒരു എല്ലാ കാര്യങ്ങളും ഞാൻ പൊരുത്തപ്പെട്ട് ഇപ്പം മനസ്സിലാക്കി പോകുന്നുണ്ട്. ഇപ്പോൾ എനിക്കൊരു കുട്ടി ഉണ്ടായി കഴിഞ്ഞാൽ ആ കുട്ടീനെ ഞാൻ എൻ്റെ അച്ഛൻ നോക്കിയ പോലെ തന്നെ നോക്കണം എന്ന് ആഗ്രഹിക്കുന്ന ഒരാളാണ് ഞാൻ. അപ്പം അച്ഛൻ്റെ ഭാഗത്ത് ഇപ്പോൾ സത്യം പറഞ്ഞാൽ അച്ഛൻ മരിച്ചിട്ട് 3 വർഷമായി. ഇപ്പോൾ ഒരു കമൻറ്റ് ബോക്സിലോ കാര്യത്തിലോ നമ്മൾ ഒരിക്കലും ഈ അച്ഛനെ വെച്ചിട്ട് ആഡ് ചെയ്യരുതെന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. കാരണം ഒരിക്കലും എന്താ പറയുക ഇപ്പം മറക്കാൻ ആഗ്രഹിക്കുന്ന കാര്യങ്ങളല്ല അച്ഛൻ്റെ ഇതൊക്കെ. സത്യം പറഞ്ഞാൽ ഇപ്പം ചിന്തിക്കുന്നതിനനുസരിച്ചിട്ട് എന്താ പറയുക ആ ഒരു മൈൻഡിലേക്ക് പോവും. ഞാനിപ്പോൾ സത്യം പറഞ്ഞാൽ എങ്ങനെയെങ്കിലും ലൈഫിൽ എന്താ പറയുക എങ്ങനെയും മൂവ് ചെയ്തിട്ട് ഇങ്ങനെ ഒരു ലെവലിൽ പോകണം ചിന്തിക്കുന്നത്. പക്ഷെ എനിക്ക് അച്ഛനെ ഒരിക്കലും മറക്കാനൊന്നും പറ്റില്ല. എങ്കിലും ഞാൻ പറയുകയാണ് അച്ഛനെ കമൻറ്റ് ബോക്സിലേക്ക് എടുത്തിടുക കാര്യങ്ങളൊന്നും നിങ്ങൾ ചെയ്യരുത്. അതിപ്പോൾ എൻ്റെ ഈ ഒരു വീഡിയോ അല്ല ഞാൻ പറഞ്ഞ ചില ചേച്ചീൻ്റെ വീഡിയോയിൽ ഒരുപാട് അങ്ങനത്തെ ഒരു കമൻറ്റ്സ് കാര്യങ്ങളൊക്കെ വന്ന്. പിന്നെയെന്ന് പറഞ്ഞാൽ രണ്ടാമത്തെ ഭാഗം ഇപ്പം അമ്മയ്ക്ക് ഇങ്ങനെ ഒരു ആലോചന വന്ന് അത് വന്ന് അപ്പോൾ അമ്മ ഫാമിലിയിലൊക്കെ കുഴപ്പമില്ല, പിന്നെ അവർ നല്ലതാണ് കാര്യങ്ങളൊക്കെ ജസ്റ്റ് അന്വേഷിച്ച് അതിൽ എനിക്ക് സത്യം പറഞ്ഞാൽ ഫസ്റ്റ് ടൈം എനിക്ക് അത്ര ഓക്കെ ആയിട്ടില്ലേനു. കാരണം ഏതൊരു മകനെ സംബന്ധിച്ചിടത്തോളം എന്താ പറയുക ഇപ്പോൾ നമുക്ക് ഞാൻ ചെറുപ്പം തൊട്ടിട്ടേ എല്ലാ ദിവസവും എൻ്റെ അമ്മേനെ അതായത് എവിടെയെങ്കിലും നമ്മളിപ്പോൾ ജസ്റ്റ് ഒരു കുറച്ച് ദിവസത്തെ പോയി വരികയല്ലാണ്ട് വീട്ടിൽ എല്ലാ ദിവസവും അമ്മേനെ കണ്ടിട്ട് ജീവിച്ചൊരു മനുഷ്യൻ. എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് അമ്മ എന്ന് പറഞ്ഞ ഒരു ഭാഗമാണ്, അച്ഛനും അമ്മയൊക്കെ ഒരു ഭാഗമാണ്. അതിൽ ഇപ്പം അച്ഛൻ മരിച്ചതിൻ്റെ തന്നെ നമ്മൾ ആക്സെപ്റ്റ് ചെയ്തിട്ട് മൂവ് ആയിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ഇപ്പം അമ്മയും ഇപ്പം ഒരു കല്യാണം കഴിഞ്ഞിട്ട് പോകുന്നൊരു സമയത്തേക്ക് ഇപ്പം എന്താ പറയുക സീരിയസ്ലി എനിക്ക് നല്ല അതിൻ്റെതായ വിഷമവും കാര്യങ്ങളൊക്കെ ഉണ്ട്. അത് ഉണ്ടായിരുന്നല്ല ഇപ്പോഴും ഉണ്ട്. അതിപ്പോൾ നമ്മൾ പക്ഷെ അത് നമ്മളെ കാര്യം മാത്രം നമ്മൾ ചിന്തിച്ചിട്ട് മുന്നോട്ട് പോകുന്നതിലല്ലല്ലോ ലൈഫ്. അതായത് നമ്മളെ കൂടെയുള്ള ആൾക്കാരുടെ മനോഭാവവും അവരുടെ ആഗ്രഹങ്ങളൊക്കെ നമ്മൾ ചിന്തിക്കണം. ഇപ്പം ഞാൻ സെൽഫിഷായി മാറിയിട്ടൊരു കാര്യമില്ല. അപ്പം അങ്ങനെ ഞാനും ഓക്കെയാണ്. ഇപ്പം എനിക്ക് ഓക്കെയാണെന്ന് പറഞ്ഞാൽ ഇപ്പം അമ്മയ്ക്ക് നല്ലൊരു ജീവിതം കിട്ടുന്നതിൽ ഇപ്പം ഞാൻ ഒരിക്കലും ഒരു ഓപ്പോസിറ്റ് ലെവലിലേക്ക് നിൽക്കാനോ കാര്യത്തിനൊന്നുമില്ല. അമ്മയ്ക്ക് നല്ലൊരു ജീവിതം കിട്ടട്ടെ എന്ന് തന്നെ ആഗ്രഹിക്കുന്നത്. അപ്പം ഇങ്ങനെയൊക്കെ ഒരു വീഡിയോ ഞാൻ ഒരിക്കലും ചെയ്യണമെന്ന് വിചാരിച്ചതല്ല. ഞാൻ സത്യം പറഞ്ഞാൽ ആര്യനോട് പറഞ്ഞാൽ നമുക്ക് ഇങ്ങനത്തെ ഒരു കാര്യമൊന്നും ഇട്ടത്. കാരണം എന്ന് വെച്ചാൽ ഇപ്പം നമ്മളിപ്പോൾ ഇതൊരു നെഗറ്റീവ് അല്ല കേട്ടോ, ഈ അമ്മേൻ്റെ ഒരു മാരേജ് എന്നുള്ളത് നെഗറ്റീവ് അല്ല. പക്ഷെ അത് ഏറ്റെടുക്കുന്ന ആൾക്കാർ പല ചിന്താഗതിയിലും ഉണ്ടാവും. അപ്പം ഇന്ന് തന്നെ അപ്പോൾ ഒരു ജസ്റ്റ് ഒരു കമൻറ്റ് ഞാൻ കണ്ട് ആ കമൻറ്റിന് ഞാൻ അപ്പം തന്നെ റിപ്ലൈ കൊടുത്ത്. പക്ഷെ എന്നെ സംബന്ധിച്ചിടത്തോളം ഇപ്പം ഞാൻ ഇത് അമ്മേനെ ഫോഴ്സ് ചെയ്തിട്ട് അമ്മേനെ കല്യാണം കഴിപ്പിക്കുന്ന ഒന്നല്ല. അവർക്കൊരു ജീവിതമൊക്കെ വേണമെന്ന് എല്ലാം അവർക്കായിട്ടൊരു ലൈഫ് വേണമെന്ന് അവർ ചിന്തിക്കുന്നുണ്ട്. അപ്പോൾ എല്ലാവരും അങ്ങനെ ചിന്തിച്ച് അതിന് പൊരുത്തപ്പെട്ട് മുന്നോട്ട് പോകുമ്പോൾ ഞാനും അതിനനുസരിച്ചിട്ട് അവരുടെ കൂടെ നിൽക്കുക എന്നല്ലാണ്ട് ഞാൻ ഓപ്പോസിറ്റ് ചെയ്യല്ല, മുന്നോട്ട് പോകണം. ഇപ്പം ഞാൻ പറഞ്ഞു വന്നതിൽ വേറൊന്നുമില്ല. ഇപ്പം ഏപ്രിലാണ് അമ്മയ്ക്ക് ഒരു പ്രപ്പോസൽ വന്നത്. അതിപ്പം മെയ്യിലിപ്പോൾ അതായത് ഈ മാസം അപ്പം അമ്മയ്ക്ക് കല്യാണം ഉണ്ടാവും. അപ്പോൾ അതിന്
പോസിറ്റീവായിട്ടും നെഗറ്റീവായിട്ടൊക്കെ കാണുന്ന പല ആൾക്കാരും ഉണ്ടാവും. എന്നെ സംബന്ധിച്ചിടത്തോളം ഇത് പോസിറ്റീവായിട്ടുള്ളൊരു കാര്യം, അമ്മയ്ക്ക് നല്ലൊരു ജീവിതം കിട്ടുന്ന പോസിറ്റീവായിട്ടുള്ളൊരു കാര്യം. പിന്നെ ഞാനും ആരെയും പിന്നെ ഒറ്റയ്ക്കാവും. നമ്മളെന്താ വെച്ചാൽ എല്ലാവരും അങ്ങനെ തന്നെയല്ല. ഇപ്പോൾ എത്ര ആൾക്കാർ അങ്ങനെ ജീവിക്കുന്നുണ്ട്. അതൊന്നും അപ്പം നമ്മളതങ്ങനെ ചിന്തിച്ചിട്ട് കാര്യമില്ല. അതായത് എല്ലാം നമ്മൾ എന്താ പറയുക മൂവ് ഓൺ ചെയ്തിട്ടേ കാര്യമുള്ളൂ. അപ്പോൾ ഇതിലിപ്പം നെഗറ്റീവായിട്ട് കുറേ കമൻറ്റ്സ് വരുന്നതിനോടൊക്കെയൊന്നും പറയുള്ളൂ. കാരണം നെഗറ്റീവായിട്ട് പറയുമ്പോൾ നിങ്ങൾ ചിന്തിക്കുക. അപ്പോൾ എല്ലാവരുടെ വീട്ടിലും ഇതേപോലത്തെ ഒരു സിറ്റുവേഷനും കാര്യങ്ങളൊക്കെ വരും. നമ്മളത് എല്ലാവരോടും ഇപ്പോൾ പറഞ്ഞ് നടന്നിട്ട് എന്താ പറയുക, ഇതിപ്പോൾ അതായത് പോസിറ്റീവ് നെഗറ്റീവ് എന്നല്ല, ഇതിപ്പോൾ നല്ലൊരു കാര്യമാണ്. അപ്പം അമ്മയ്ക്കൊരു ജീവിതം കിട്ടുന്നത്. പക്ഷേ എങ്കിലും ഞാൻ അതെല്ലാം പിച്ച് ചീന്തി ഇങ്ങനെ ആക്കിയിട്ട് കഥ പറഞ്ഞിട്ടോ അല്ലെങ്കിൽ പാട്ട് പാടിയിട്ടോ നടക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. പക്ഷെ ഇങ്ങനെ ഇന്നിപ്പോൾ എനിക്ക് അത്രയ്ക്കും ഒരു ഷോക്ക് അടിച്ചപ്പം മാത്രം ഞാൻ അങ്ങനെ ഒരു വീഡിയോ ചെയ്യണമെന്ന് വിചാരിച്ചു. കാരണം ഞാൻ അങ്ങനെ വീഡിയോ വന്നിട്ട് വീഡിയോയ്ക്ക് ഫേസ് ചെയ്ത് സംസാരിച്ചിട്ട് അതാക്കണം, അങ്ങനത്തെ ഒരു മെൻറ്റാലിറ്റി ഒന്നും ഇല്ല. പക്ഷെ ഇത് അത്രയ്ക്കും ശോകമായിട്ട് പിക്ചറൈസിങ് ചെയ്യുമ്പോൾ നമ്മളത് കേട്ട് വെക്കുന്നത് അത്ര ഒരു ഇതായിട്ട് തോന്നിയില്ല. അതുകൊണ്ട് മാത്രമാണ് ഇങ്ങനെ ഒരു വീഡിയോ ചെയ്തത്. അപ്പം ഇതിനെ പറ്റിയിട്ട് ഞാൻ ഒരിക്കലും വീഡിയോ ചെയ്യാനും ഇല്ല, അങ്ങനെ ഒരു കാര്യത്തിന് വരില്ല. അപ്പോൾ ഈ ഒരു വീഡിയോയോട് കൂടിയിട്ട് നിങ്ങൾ മനസ്സിലാക്കുക. അതായത് ഇപ്പോൾ നമ്മുടെ ഒരു ശരീരത്തിൽ നിന്ന് ശരീരത്തിലെ മനസ്സിലെ അത്രയൊരു ഭാഗം കവർ ചെയ്ത് ഇല്ലാണ്ടായി പോകുമ്പോൾ തന്നെ ഒരു ഫീലിങ്സ് ഒക്കെ എന്തായാലും ഉണ്ടാവും. കാരണം എനിക്ക് അമ്മയും വൈഫും ഞങ്ങൾ അങ്ങനെ തന്നെ ഇപ്പോൾ എല്ലാ വീഡിയോസിലും ഇപ്പോൾ ഇങ്ങനെ ജസ്റ്റ് ഇൻസ്റ്റയിലായാലോ യൂട്യൂബിലായാലും ഒക്കെ നോക്കിയാൽ കാണാൻ പറ്റുന്നൊരു കാര്യം എന്താ വെച്ചാൽ എല്ലാവരും അങ്ങനെ എന്താ പറയുക ഒരുമിച്ച് നിന്ന് ഞാനും അമ്മയോ ആരെയും ഞങ്ങൾ 3 പേരും എപ്പോഴും ഒരുമിച്ച് അതായത് ഇപ്പോൾ പുറത്ത് പോകാനും ഫുഡ് കഴിക്കാനൊക്കെ അങ്ങനെ പോയി ഹാപ്പി ജീവിച്ച് പോകുന്നൊരു ലൈഫ് സ്റ്റൈലിൽ പെട്ടെന്ന് മാറുമ്പോഴുള്ള ഒരു ഫീലിങ്സും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. പിന്നെ അമ്മയ്ക്ക് നല്ലൊരു ജീവിതം കിട്ടട്ടെ എന്ന് ഞാൻ നല്ലോണം ആഗ്രഹിക്കുന്നുണ്ട്. ഇപ്പം ഈ വീഡിയോയിൽ ഞാൻ പറയാൻ വന്നത് വേറെ ഒന്നുമില്ല. ഇത് പോസിറ്റീവായിട്ട് എടുക്കുന്നവരും നെഗറ്റീവായിട്ട് എടുക്കുന്ന എല്ലാ ടൈപ്പ് ആൾക്കാരും ഉണ്ടാവും. ഇപ്പം എന്നെ സംബന്ധിച്ചിടത്തോളം ഇത് ലൈഫാണ്. കാരണം മുന്നോട്ട് എനിക്ക് ജീവിക്കണം. എനിക്കാണെങ്കിലും ആയിരിക്കുകയാണെങ്കിലും ഇപ്പം അമ്മയ്ക്കാണെങ്കിലും ഒക്കെ ജീവിക്കണം. അപ്പോൾ ഓരോരുത്തർക്ക് ഇഷ്ടപ്പെട്ട രീതിയിലാണല്ലോ ഓരോരുത്തർ ജീവിക്കാൻ മുന്നോട്ട് പോവുക. അപ്പം എന്നെ സംബന്ധിച്ചിടത്തോളം ഇപ്പം അമ്മയ്ക്ക് ഇങ്ങനെ ജീവിതം കിട്ടി നമ്മൾ മുന്നോട്ട് പോകുമ്പോൾ ഒരു വശത്തൂടെ എനിക്കും എന്താ പറയുക ഒരു ഫാമിലി ആയിട്ട് തന്നെ മുന്നോട്ട് പോകണം. അപ്പം ഞങ്ങൾ അത് കല്യാണം കഴിയുന്നത് കൂടിയിട്ട് അമ്മ വേറെ ഞങ്ങൾ വേറെ എന്നൊന്നും അല്ല. പക്ഷേ കുറേ ആൾക്കാരെ കമൻറ്റും റൂമേഴ്സും ഒക്കെ കേട്ടിട്ടാണ് ഞാൻ പറയുന്നത്. ഇപ്പം എല്ലാവരും ഇത് എൻ്റെ സിറ്റുവേഷൻ ഞാനങ്ങനെ ഇതാക്കി വെക്കാനല്ല, എനിക്ക് എന്താ പറയണ്ടേ എനിക്കറിയില്ല. പക്ഷെ എന്നെ സംബന്ധിച്ചിടത്തോളം ഇത് നല്ലൊരു കാര്യമായി മാറട്ടെ, അമ്മയ്ക്ക് നല്ലൊരു ജീവിതം കിട്ടട്ടെ. ഇതിൻ്റെ മുകളിൽ ഒരാളും ഇനി എന്താ പറയുക ഇതൊരു കമൻറ്റ് ബോക്സിൽ ഇപ്പോൾ വലിയ കഥ പറഞ്ഞിട്ടുള്ള രീതിക്ക് എടുത്തിടാൻ നിൽക്കരുത്. കാരണം ഇതൊരു ലൈഫ് മാറ്റർ ആയതുകൊണ്ട് തന്നെ എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ അങ്ങനെയാണ് നിങ്ങളോട് പറയുന്നത്. അമ്മയ്ക്ക് നല്ലൊരു ജീവിതം കിട്ടട്ടെ എന്നാണ് എൻ്റെ ആഗ്രഹം. എല്ലാവരും അതേപോലെ തന്നെ പ്രാർത്ഥിക്കുക. നല്ലൊരു ലൈഫ് എല്ലാവർക്കും ഉണ്ടാവട്ടെ. പൊതുവെ ഞാൻ എൻ്റെ ഒരു കാര്യം പറയുകയാണെങ്കിൽ ഞാൻ ആരും വെറുപ്പിക്കാനോ അല്ലെങ്കിൽ ഒരാളെ ശപിക്കാനോ അല്ലെങ്കിൽ ഒരാളെ കച്ചറുണ്ടാക്കാനോ അങ്ങനത്തെ ഒരു മെൻറ്റാലിറ്റി അല്ല. നമ്മൾ ഭയങ്കര പോസിറ്റീവായിട്ട് പോകുക, എപ്പോഴും ചിരിച്ച് ഹാപ്പി ആയിട്ട് പോവുക. ലൈഫാകുമ്പോൾ ചെറിയ ചെറിയ സങ്കടങ്ങളൊക്കെ ഉണ്ടാവും. പക്ഷെ അതൊക്കെ നമ്മൾ കവർ ചെയ്തിട്ട് നമുക്ക് പറ്റുന്ന പോലെ നമ്മൾ ഹാപ്പി ആവുക. നമ്മളിപ്പോൾ നെഗറ്റീവായിട്ട് തന്നെ ചിന്തിച്ച് നിൽക്കാണ്ട് ലൈഫിൽ പോസിറ്റീവായിട്ട് നിൽക്കേണ്ട സിറ്റുവേഷൻസ് ഒക്കെ ഉണ്ടാവും. അതായത് നെഗറ്റീവ് ആകുമ്പോൾ പോലും നമ്മൾ പോസിറ്റീവായിട്ട് നിൽക്കേണ്ടി വരും. അപ്പോൾ അതൊക്കെ നമ്മൾ പോസിറ്റീവായിട്ട് നിൽക്കുക. പിന്നെ എനിക്ക് എൻ്റെ ഈ ഒരു ഫാമിലി മുന്നോട്ട് കൊണ്ടുപോകണം. എനിക്ക് എന്താ പറയുക ഇപ്പം അച്ഛൻ്റെ ഫാമിലി ആണെങ്കിലും അമ്മേൻ്റെ ഫാമിലി ആണെങ്കിലും എല്ലാവരും ആയിട്ട് തന്നെ നമുക്കൊരു കുടുംബം, അതായത് എൻ്റെ വൈഫിന് കിട്ടുന്ന അച്ഛന് അടുത്ത തൃശ്ശൂരത്തിലെ അച്ഛൻ എപ്പോഴും പറയും നമുക്ക് കുടുംബം എല്ലാവരും വേണം. അതായത് പാപ്പന്മാരും വലിയച്ഛന്മാരും എല്ലാവരും വേണമെന്ന് ഇങ്ങനെ പറയും, എപ്പോഴും പറയും. അത് എന്നോട് എപ്പോൾ വിളിച്ചാലും അച്ഛൻ അതേ പറയുള്ളൂ. അപ്പോൾ എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് അമ്മേൻ്റെ ഫാമിലി ആണെങ്കിലും അച്ഛൻ്റെ ഫാമിലി ആണെങ്കിലും, അതായത് ഇപ്പോൾ ഈ വ്ളോഗ് ഇപ്പോൾ ഞാൻ ഈ ഒരു വീഡിയോ ചെയ്തു, ഇപ്പോൾ ഇതിലിപ്പം കാണുന്ന നിങ്ങളാണെങ്കിൽ പോലും നമ്മൾ പോസിറ്റീവായിട്ട് നമ്മളെ കൂടെ തന്നെ എപ്പോഴും വേണമെന്ന് ചിന്തിക്കുന്നുണ്ട്. ഞാൻ അങ്ങനെ തന്നെ മുന്നോട്ട് പോട്ടെ. എന്തായാലും നെഗറ്റീവായിട്ടുള്ള കമൻസും കാര്യങ്ങളൊക്കെ മാക്സിമം ഒഴിവാക്കുക, എല്ലാം പോസിറ്റീവായിട്ട് കാണാം. ഞാൻ ഈ ഒരു വീഡിയോ ചെയ്ത് തന്നെ ഇനിയുള്ള ജീവിതത്തിൽ എന്തെങ്കിലുമൊക്കെ നിങ്ങൾക്ക് നെഗറ്റീവായിട്ട് ഇങ്ങനെ കമൻറ്റ് ബോക്സിൽ ഇടാൻ തോന്നുകയാണെങ്കിൽ എന്താ പറയുക അത് ഒരിക്കലും എന്താ പറയുക ഒരാളെ ജീവിതം ഇല്ലാണ്ടാക്കുന്ന രീതിക്ക് നമ്മളെ കമൻറ്റ് ബോക്സോ കാര്യങ്ങളോ യൂസ് ചെയ്യാണ്ടൊക്കെ. കാരണം ഓരോ കമൻറ്റും നമ്മളെ ലൈഫിൽ ഉണ്ടാക്കുന്ന ഓരോ ചേഞ്ച് ഉണ്ട്. ഇപ്പോൾ ഇന്ന് തന്നെ ഞാൻ ഈ ഒരു വീഡിയോ ചെയ്താൽ എനിക്ക് അത്രയ്ക്കും എന്താ പറയുക ദേഷ്യവും അതേപോലെ തന്നെ സങ്കടവും ഒക്കെ പാടെ വന്നിട്ട്. കാരണം ഒന്നും ചെയ്യാത്ത ഞാനൊക്കെ ആ കമൻറ്റ് ബോക്സിൽ വന്നിട്ട് ഇന്നെ പറ്റിയിട്ടൊക്കെ എന്തൊക്കെയോ കമൻറ്റ് ഇട്ടേ. ഇപ്പം കമൻറ്റൊന്നുമില്ല, ഡിലീറ്റാണ്. പക്ഷേ എങ്കിൽ പോലും എന്താ പറയുക ആ ഒരു കാര്യങ്ങളൊക്കെ എന്താ പറയുക നമ്മളെ ഓരോ പ്രവൃത്തിയും മറ്റൊരാളുടെ ജീവിതത്തിൽ പല
കാര്യങ്ങളും ഉണ്ടാക്കും, ദോഷമായിട്ടൊക്കെ ഉണ്ടാക്കും. പോസിറ്റീവായിട്ട് ഇടണം. കാരണം ഒരാൾക്ക് ഒരു മോട്ടിവേഷൻ ലെവലിൽ നമ്മളൊരു നല്ല പോസിറ്റീവായിട്ടൊരു കാര്യം പറയുന്നത് നല്ലതാണ്. കാരണം അയാളുടെ ലൈഫിൽ അതിനൊരു മാറ്റം കൊണ്ടുവരാൻ പറ്റണത് നല്ലതാണ്. നെഗറ്റീവ് എന്നുള്ള കാര്യം മാക്സിമം ഒഴിവാക്കുക. കാരണം നെഗറ്റീവ് കൊണ്ട് ചില കുടുംബങ്ങൾ അതേപടിയായിട്ട് ഇല്ലാണ്ടായി പോകും. എന്തായാലും ഞാൻ ഇത്രയേ പറഞ്ഞുള്ളൂ. അപ്പം ഈ മാസം ഇപ്പം അമ്മേൻ്റെ കല്യാണം ഉണ്ട്. അപ്പം അതുകൊണ്ട് എല്ലാവരും പ്രാർത്ഥിക്കുക. ഓക്കെ.